ഹായ്, നമുക്ക് ഈ വീഡിയോയിൽ GST സുവിധ പ്രൊവൈഡേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ERPസിൽ എൻട്രി ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ GST സുവിധ പ്രൊവൈഡർ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് ഇടേണ്ടത്, ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് ഇടേണ്ടത്, ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ GST സുവിധ പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് GST ലോയിലുണ്ട്. ഇത് മറ്റൊന്നുമല്ല, GST കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ടാലി, SAP, കിക്ക്ബുക്സ്, സോഹോ, അങ്ങനെ ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ആ സോഫ്റ്റ്വെയർസിന് പറയുന്ന അല്ലെങ്കിൽ ആ ERPസിന് പറയുന്ന ഒരു ജനറൽ ടേം ആണ് GST സുവിധ പ്രൊവൈഡർ എന്നുള്ളത്. ഇത് GST പോർട്ടൽ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ഈ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ GST ലോ പ്രകാരമായിട്ടുള്ള എല്ലാ റൂൾസ് കംപ്ലൈ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർസ് നമ്മളെ സഹായിക്കും. ഇന്ത്യയിലെ GST സുവിധ പ്രൊവൈഡേഴ്സ് ഒത്തിരി ഉണ്ട്. ഓക്കെ, ഇവരെല്ലാവരും നമ്മളെ ഈ GST റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യാനായിട്ട്, അതായത് ഈ ബിൽ ജനറേഷൻ, റിട്ടേൺ ഫയലിംഗ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിമിംഗ്, അങ്ങനത്തെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ GST പോർട്ടൽ, ഗവൺമെന്റ് പോർട്ടലുമായിട്ട് ഈ സോഫ്റ്റ്വെയറിനെ ലിങ്ക് ചെയ്യുന്നു. ഈ സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് GST സുവിധ പ്രൊവൈഡേഴ്സിൽ ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻവോയ്സ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അത് B2B ആയിക്കോട്ടെ, B2C ലാർജ് ആയിക്കോട്ടെ. GSTR1 റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നു. GSTR2A, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനും അതിന്റെ റീകൺസിലേഷൻ ചെയ്യാനും, അത് പർച്ചേസ് ഡാറ്റ ആയിട്ട് റീകൺസിലേഷൻ ഒക്കെ ചെയ്യാനായിട്ട്. GSTR3B അതുപോലെ തന്നെ GSTR1 റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നോർമൽ GSTR1 റിട്ടേൺ സെയിൽസ് ഔട്ട്വേർഡ് സപ്ലൈസ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ മാത്രമല്ല, ബാക്കി പല ആളുകൾക്കും പല തരത്തിലുള്ള GST ഔട്ട്വേർഡ് സപ്ലൈസിന്റെ റിട്ടേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് GST സുവിധ പ്രൊവൈഡേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ GST സുവിധ പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. GSTR2A അതുപോലെ തന്നെ GSTR2A പർച്ചേസ് രജിസ്റ്റർ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. GSTR3B റിട്ടേൺ GSTR2A 2B സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. GSTR3B റിട്ടേൺ GSTR1 തമ്മിൽ റീകൺസിലേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ GSTR9 പർച്ചേസ് രജിസ്റ്റർ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ GSTR1 സെയിൽസ് രജിസ്റ്റർ ആയിട്ടും സെയിൽസ് രജിസ്റ്റർ ഇൻവോയ്സുമായിട്ടുള്ള ലിങ്കിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ അക്കൗണ്ടിങ് വർക്ക്സിനെ ഒത്തിരി ഈസി ആക്കും. നമ്മൾ GST സുവിധ പ്രൊവൈഡർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഔട്ട്പുട്ട് ടാക്സ് ആൻഡ് ഇൻപുട്ട് ടാക്സിലേക്ക് വരാം. എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? ഓക്കെ, ഔട്ട്പുട്ട് ടാക്സ് എന്ന് വെച്ചാൽ സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനാണ് എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇത് ഔട്ട്വേർഡ് സപ്ലൈസ്, അതായത് സെയിൽസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കാനായിട്ടാണ്. അപ്പൊ അത് നമ്മുടെ ഒരു ലയബിലിറ്റി ആണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ടാക്സ് ലയബിലിറ്റി രജിസ്റ്ററിലാണ്. എപ്പോഴൊക്കെ സെയിൽസ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈസ് നടക്കുന്നുണ്ടോ, നമ്മൾ യൂസ് ചെയ്യേണ്ട ടാക്സ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് CGST അക്കൗണ്ട്, ഔട്ട്പുട്ട് SGST അക്കൗണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് IGST അക്കൗണ്ട്. ഇൻപുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സപ്ലൈയുടെ അടുത്തുനിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് മേടിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സപ്ലയറിന് കൊടുക്കുന്ന ടാക്സിനാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻവേർഡ് സപ്ലൈസ് പർച്ചേസസിലാണ് ആപ്ലിക്കബിൾ. ഇത് നമുക്ക് പിന്നീട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ രജിസ്റ്റേർഡ് ബിസിനസ് ആണെങ്കിൽ, നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അസറ്റ് ആണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ്. ഇൻപുട്ട് ടാക്സിന്റെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് CGST അക്കൗണ്ട്, ഇൻപുട്ട് SGST അക്കൗണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് IGST അക്കൗണ്ട് ഇവയാണ്. അപ്പോ GST ലെഡ്ജേഴ്സിലെ ഇൻപുട്ട് GST ലെഡ്ജേഴ്സ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ ഇൻപുട്ട് SGST വരും, ഇൻപുട്ട് CGST വരും. ഇന്റർസ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ ആണെങ്കിൽ ഇൻപുട്ട് IGST വരും. ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് GST ലെഡ്ജേഴ്സ്
അതായത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇൻട്രാസ്റ്റേറ്റ്, ഒരു സംസ്ഥാനത്തിന്റെ ഉള്ളിൽ വരുന്നതിനാണല്ലോ നമ്മൾ ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുന്ന ഔട്ട്പുട്ട് SGST ആൻഡ് ഔട്ട്പുട്ട് CGST. ഇന്റർസ്റ്റേറ്റ്, അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനത്തേക്ക് ഔട്ട്വേർഡ് സപ്ലൈ സെയിൽസ് നടക്കുമ്പോൾ വരുന്ന ലെഡ്ജർ ഔട്ട്പുട്ട് IGST അക്കൗണ്ട്. ദെൻ നമുക്ക് ജേണൽ എൻട്രീസ് എന്താന്ന് പെട്ടെന്ന് നോക്കാം. കാരണം നിങ്ങൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇപ്പോൾ ടാലിയിലോ അല്ലെങ്കിൽ SAPയിലോ ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജേണൽ എൻട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജേണൽ എൻട്രി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് പല സ്ഥലങ്ങളിലും റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷനോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള റിപ്പോർട്ട്സും തരും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ കറക്റ്റായിട്ട് ജേണൽ എൻട്രീസ് ഇടാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഓരോ ജേണൽ എൻട്രി വരുമ്പോഴേ ഏതൊക്കെ ടാക്സ് ലെഡ്ജേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ട്രാൻസാക്ഷൻസ് അനാലിസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ, മിസ്റ്റർ രവി ഈസ് റണ്ണിങ് എ ബിസിനസ് ഇൻ ഡൽഹി. ഓക്കെ, ആൻഡ് ഹി ഹാഡ് ഡൺ വേരിയസ് ട്രാൻസാക്ഷൻ. അദ്ദേഹം വേറെ പല ട്രാൻസാക്ഷൻസ് ചെയ്തു. ഇവിടെ നോട്ട്ബുക്ക് എന്നുള്ള കമ്മോഡിറ്റിയാണ്, അതിന്റെ 12% ആണ് GST റേറ്റ്. അപ്പൊ നമ്മൾ പല ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് നോക്കാം. ഇനി ഈ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, അതായത് കേരളത്തിന്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ടത് SGST CGST ആണ്. ഇന്റർസ്റ്റേറ്റ്, അതായത് നമ്മുടെ സംസ്ഥാനത്ത് വേറെ സംസ്ഥാനത്തേക്ക് ചെയ്യുന്നതിനാണ് ഇന്റർസ്റ്റേറ്റ് എന്ന് പറയാം. അതിന് IGST എന്ന് ലെഡ്ജേഴ്സ് വരും. ദെൻ ഇൻപുട്ട് ടാക്സ് അക്കൗണ്ട് ആണോ ഔട്ട്പുട്ട് ടാക്സ് അക്കൗണ്ട് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇൻപുട്ട് ടാക്സ് അക്കൗണ്ട് പർച്ചേസിനും ഔട്ട്പുട്ട് ടാക്സ് അക്കൗണ്ട് സെയിൽസിനുമാണ് വരാം. ദെൻ ആദ്യത്തെ ട്രാൻസാക്ഷൻ 1, പർച്ചേസ് ഓഫ് ഗുഡ്സ്. പർച്ചേസ് നോട്ട്ബുക്സ് 10,000 numbers for ₹20 each from Mysore. അപ്പോൾ അതിന് എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക 2 lakhs, ഇൻപുട്ട് CGST അക്കൗണ്ട് ഇൻപുട്ട് SGST അക്കൗണ്ട് രണ്ട് ലെഡ്ജേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക 12,000 each. ക്രെഡിറ്റ് പോകുന്ന ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 2,24,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ വരുന്നത് ഈ ഇൻപുട്ട് CGST അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് SGST അക്കൗണ്ട് എന്ന് പറയുന്നത് നേരെ നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് CGST അക്കൗണ്ടിൽ ഇപ്പോൾ 12,000 വന്നു, ഇൻപുട്ട് SGST അക്കൗണ്ടിൽ 12,000 വന്നു. ഇനി ട്രാൻസാക്ഷൻ 2, സോൾഡ് ഗുഡ്സ്. ഇവിടെ 5,000 ബുക്സ് നമ്മൾ വിറ്റു 50 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ ഡെപ്റ്റേഴ്സിനെ 2,80,000 കൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസ് 2,50,000 ക്രെഡിറ്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് CGST അക്കൗണ്ട് 15,000 ക്രെഡിറ്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് SGST അക്കൗണ്ട് 15,000 ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിൽസ് ആണ്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഔട്ട്പുട്ട് SGST അക്കൗണ്ടും യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ സെയിൽസ് നടക്കുമ്പോൾ ഔട്ട്പുട്ട് SGST അക്കൗണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് CGST അക്കൗണ്ട് എന്ന് പറയുന്നത് ആ എമൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലാണ്. ഓക്കെ, അപ്പൊ അവിടെ 15,000 വീതം വരുന്നു. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ലീഗൽ ഫീ പെയ്ഡ്. നമ്മൾ ഒരു അഡ്വക്കേറ്റിന് എമൗണ്ട് കൊടുത്തു എന്ന് വെച്ചു, അപ്പൊ 10,000 ആണ് എമൗണ്ട് കൊടുക്കുക, 18% GST വന്നിട്ടുണ്ട്. അപ്പൊ ലീഗൽ ഫീനെ 10,000 ഡെബിറ്റ് ചെയ്യണം, ഇൻപുട്ട് CGST അക്കൗണ്ട് ഇൻപുട്ട് SGST അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം 900 ഈച്ച്, അതായത് 18% ഡിവൈഡ് ചെയ്തു. ദെൻ ബാങ്ക് പേയ്മെന്റ് ആണ്, ബാങ്ക് പേയ്മെന്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു 11,800. അപ്പൊ ഈ എമൗണ്ട് 900 വന്നു വീഴുന്നത് വീണ്ടും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ്. ഓക്കെ, ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് ഫർണിച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ 25,000 രൂപയുടെ ഒരു ഫർണിച്ചർ മേടിക്കുന്നു, GST റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു 25,000 രൂപ, ഇൻപുട്ട് CGST അക്കൗണ്ടിന് 1,500 ഡെബിറ്റ് ചെയ്യുന്നു, ഇൻപുട്ട് SGST അക്കൗണ്ടിന് 1,500 ഡെബിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് പോകുന്നത് ABC ഫർണിച്ചർ ഷോപ്പ്, ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ. അപ്പൊ ഇതിന്റെയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടും. കാരണം എന്താ, ഇത് ഫർണിച്ചർ മേടിച്ചപ്പോൾ നമ്മൾ GST കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ എമൗണ്ടും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്നു വീഴുന്നു. ഇൻപുട്ട് CGST അക്കൗണ്ടിൽ 1,500 രൂപ, ഇൻപുട്ട് SGST അക്കൗണ്ടിൽ 1,500 രൂപ. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫോർമുല GST ലയബിലിറ്റി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. ഓക്കെ, അപ്പോ നമ്മളൊരു ടേബിൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മള് CGST ഇൻപുട്ട് ടാക്സ് എടുത്തു, CGST ഔട്ട്പുട്ട് ടാക്സ് എടുത്തു, അതുപോലെ തന്നെ SGST ഇൻപുട്ട് ടാക്സ് എടുത്തു, SGST ഔട്ട്പുട്ട് ടാക്സ് എടുത്തു. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ആണ്, ഇൻപുട്ട് ടാക്സ് 12,000 വന്നിട്ടുണ്ട്.
ട്രാൻസാക്ഷൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ 900 വന്നിട്ടുണ്ട്, ട്രാൻസാക്ഷൻ 4 1500 വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇൻപുട്ട് ടാക്സ് CGST 14,400 ആണ്. സെയിം എമൗണ്ട് ആണ് SGST ഇൻപുട്ട് ടാക്സ്. പക്ഷേ ട്രാൻസാക്ഷൻ 2 ആണ് സെയിൽസിന്റെ, അവിടെയാണ് ഔട്ട്പുട്ട് ടാക്സ് വരുന്നത്. അതിന്റെ 15,000 രൂപയാണ് CGSTയിലും SGSTയിലും. ഇവിടെ നമ്മൾ ടാക്സ് ലയബിലിറ്റി ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് 15,000 ആണ്, ഇൻപുട്ട് ടാക്സ് 14,400 ആണ്. നെറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. ഓക്കെ, ഈ 600 രൂപയാണ് നമുക്ക് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ ഒരു എൻട്രി ഇങ്ങനെയാണ് ഇടേണ്ടത്: ഔട്ട്പുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് 15,000, ഔട്ട്പുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് 15,000, ക്രെഡിറ്റ് ഇൻപുട്ട് CGST 14,400, ഇൻപുട്ട് SGST 14,400, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ 1,200. ദെൻ ടാക്സ് പേയ്മെന്റ് നമ്മൾ 1,200 പേയ്മെന്റ് ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ടു ബാങ്ക് അക്കൗണ്ട് 1,200. നമ്മൾ ഏത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് പോസ്റ്റിംഗ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് നമ്മുടെ ലയബിലിറ്റി മീറ്റ് ചെയ്ത് പോകുന്നത്. അത് നമ്മുടെ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന്റെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് പർച്ചേസ് ആയിക്കോട്ടെ സെയിൽസ് ആയിക്കോട്ടെ ലെഡ്ജർ അക്കൗണ്ട് വരുന്ന IGST ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ SGST CGST ആണ്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, അതായത് നോട്ട്ബുക്ക് 10,000 നമ്പേഴ്സ് പർച്ചേസ് ചെയ്തു. ഒരു ബുക്കിന് 20 രൂപയാണ്. അത് മേടിച്ചിരിക്കുന്നത് മുംബൈ നിന്നാണ്. അപ്പോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു 2 ലക്ഷം, ഇൻപുട്ട് IGST ഡെബിറ്റ് 24,000 രൂപ, ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് 2,24,000 രൂപ. അപ്പൊ ഈ എമൗണ്ട് എവിടെ വന്നു വീഴുന്നത്? നമ്മൾ പർച്ചേസ് ആണ്. ഇൻപുട്ട് IGSTയുടെ ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ 24,000 രൂപ വന്നു വീഴും. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സോൾഡ് ഗുഡ്സ് ലോക്കലി. അതായത് 6,000 നോട്ട്ബുക്ക് നമ്മൾ 40 രൂപയ്ക്ക് വിറ്റു മൈസൂരുള്ള ഒരു ടീമിന്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ബാംഗ്ലൂരുള്ള ഒരു കമ്പനി ആയിട്ടാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡെറ്റേഴ്സ് അക്കൗണ്ട് 2,68,800, ടു സെയിൽസ് അക്കൗണ്ട് 2,40,000 രൂപ, ഔട്ട്പുട്ട് CGST അക്കൗണ്ട് 14,400 രൂപ, ഔട്ട്പുട്ട് SGST അക്കൗണ്ട് 14,400 രൂപ. അപ്പൊ ഇതിന്റെ ശ്രദ്ധിക്കുക, ഇത് ബാംഗ്ലൂരുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് SGST അക്കൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ എമൗണ്ടുകൾ വരുന്നത് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. 2,500 രൂപയുടെ നോട്ട്ബുക്ക് നമ്മൾ സെൽ ചെയ്തു 40 രൂപയ്ക്ക്. അപ്പൊ ഡെറ്റേഴ്സ് അക്കൗണ്ടിന് 1,12,000 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്തു, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു 1 ലക്ഷം രൂപയ്ക്ക്, ഔട്ട്പുട്ട് IGST അക്കൗണ്ടിന് 12,000 രൂപയ്ക്ക് ക്രെഡിറ്റ് ചെയ്തു. ഔട്ട്പുട്ട് IGST യൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് കോയമ്പത്തൂരുള്ള ഒരു കസ്റ്റമർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എമൗണ്ട് വന്ന് വീഴുന്നത് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിൽ ഔട്ട്പുട്ട് IGST അണ്ടറിലാണ് 12,000 രൂപ. ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ടെലിഫോൺ എക്സ്പെൻസസ് പെയ്ഡ് ആണ്. ടെലിഫോൺ ബില്ല് പേ ചെയ്തത് 5,000 രൂപ, 18% GST ആണ്. ടെലിഫോൺ എക്സ്പെൻസസിന് 5,000 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്തു. ഇൻപുട്ട് CGST അക്കൗണ്ടിന് 450 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്തു. ഇൻപുട്ട് SGST അക്കൗണ്ടിന് 450 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട്. ഇത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ ഇത് വന്നു വീഴുന്നത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇൻപുട്ട് CGST അക്കൗണ്ടിന്റെയും ഇൻപുട്ട് SGST അക്കൗണ്ടിന്റെയും താഴെയാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ഓഫീസ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു 20,000 രൂപയ്ക്ക്. ഒരു AC പർച്ചേസ് ചെയ്തു. ഓഫീസ് എക്യുപ്മെന്റിന് ഡെബിറ്റ് ചെയ്യുക 20,000 രൂപ. ഇൻപുട്ട് CGST അക്കൗണ്ടിന് 1,800 ഡെബിറ്റ് ചെയ്യുക. ഇൻപുട്ട് SGST അക്കൗണ്ടിന് 1,800 ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് പോകുന്ന XYZ ഹോം അപ്ലയൻസ് അക്കൗണ്ടിന് 23,600 രൂപ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇൻപുട്ട് CGST ഇൻപുട്ട് SGST ഇവിടെ ക്രെഡിറ്റ് കൂടി, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ എമൗണ്ട് കൂടി 1,800 രൂപയ്ക്ക്. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? നമ്മൾ കണ്ടു കുറച്ച് ട്രാൻസാക്ഷൻ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ട്, ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. കുറച്ച് ട്രാൻസാക്ഷൻസ് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ
ഒരു റൂൾ ഉണ്ട്. ആ റൂൾ എന്ന് വെച്ചാൽ IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആദ്യമായി സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ടാക്സ് ലയബിലിറ്റി ആയിട്ടാണ്. രണ്ടാമത് CGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. മൂന്നാമത് SGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് CGST ടാക്സ് ലയബിലിറ്റി ആയിട്ടാണ്. രണ്ടാമത് IGST ടാക്സ് ലയബിലിറ്റി ആയിട്ട്. ഓർക്കുക, SGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം വെച്ചാൽ CGST എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനുള്ളതാണ്, SGST എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളതാണ്. ഇനി SGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് SGST ടാക്സ് ലയബിലിറ്റി ആയിട്ടാണ്. അതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ IGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ CGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് SGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഔട്ട്പുട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. IGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് എത്ര, CGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് എത്ര, SGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് എത്ര. അപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ 2ഉം ട്രാൻസാക്ഷൻ 3 ആണ് സെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് പ്രകാരം IGST ഔട്ട്പുട്ട് ടാക്സ് 12,000 രൂപ, CGST ഔട്ട്പുട്ട് ടാക്സ് 14,400 രൂപ, SGST ഔട്ട്പുട്ട് ടാക്സ് 14,400 രൂപ, മൊത്തം 40,800 രൂപയാണ് വരുന്നത്. ഇനി ഇൻപുട്ട് ടാക്സ് കാൽക്കുലേഷൻ എടുക്കുവാണെങ്കിൽ ട്രാൻസാക്ഷൻ 145 ആണ് വരിക. IGST ഇൻപുട്ട് ടാക്സ് 24,000 രൂപ, CGST ഇൻപുട്ട് ടാക്സ് 2,250 രൂപ, SGST ഇൻപുട്ട് ടാക്സ് 2,250 രൂപ, മൊത്തം 28,500 രൂപ. അപ്പൊ നമ്മൾ ഇത് സെറ്റ് ഓഫ് ചെയ്യേണ്ട റൂള് കണ്ടു. അത് പ്രകാരം നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ ഫോർ ടേബിൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 12,000, 14,400, 14,400 IGST, CGST, SGST. ഇനി ഇതായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ IGST 24,000 ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് ആദ്യം IGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്ത് 12,000 രൂപ. ബാലൻസ് IGST ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല. ഇനി ബാലൻസ് 12,000 ഉള്ളത് IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് CGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു 12,000 രൂപ. അപ്പൊ 14,400 നിന്ന് 12,000 സെറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് ഇല്ല. ദെൻ CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 2,250 രൂപയാണ്. ഇത് CGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാം CGST ടാക്സ് ലയബിലിറ്റി ഒന്നും വരുന്നില്ല. ഇനി SGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ളത് 2,250 രൂപയാണ്. അത് SGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു, ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രകാരം SGST ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് 14,400 രൂപയാണ്. അതിൽ നിന്ന് 2,250 രൂപ കുറച്ച് കഴിഞ്ഞാൽ 12,150 രൂപയാണ് SGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ CGST ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത് 150 രൂപയാണ്. അപ്പൊ ഈ 150 രൂപ CGSTയും 12,150 രൂപ SGST ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മൊത്തം ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത് 12,300 രൂപയാണ്. അപ്പൊ അതിന് എൻട്രീസ് പാസ് ചെയ്യണം. ആദ്യമേ തന്നെ ഔട്ട്പുട്ട് IGST, ഇൻപുട്ട് IGST തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യണം. ഔട്ട്പുട്ട് CGST, ഇൻപുട്ട് CGST, ഇൻപുട്ട് IGST തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യണം. അതിന്റെ എമൗണ്ട്സ് ഒക്കെ ശ്രദ്ധിക്കുക. ദെൻ ഔട്ട്പുട്ട് SGST, ഇൻപുട്ട് SGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ ഔട്ട്പുട്ട് SGSTയും ഔട്ട്പുട്ട് CGSTയും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. നമ്മൾ പേയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ 12,300 രൂപ നമ്മൾ ടാക്സ് അടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ പേയ്മെന്റ് ഓഫ് ടാക്സ് വരുമ്പോൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് 12,300 രൂപ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്യുക, ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യുക. IGST സെറ്റ് ഓഫ് ചെയ്യേണ്ടത് എങ്ങനെ, CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ SGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് അത് എങ്ങനെ, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി GSTR 3B ഫയൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ എങ്കിൽ കൂടി അതിനെ പറ്റിയുള്ള ഒരു കൺസെപ്ഷൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, ടാക്സ് പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ പേയ്മെന്റ് ഓഫ് ടാക്സ് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ 18% ഇൻട്രസ്റ്റ് റേറ്റ് വരും. അതുപോലെ തന്നെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അതിലെന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ 24% വരെ നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സിൽ ഇൻട്രസ്റ്റ് ചുമത്തപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ GST സുവിധ പ്രൊവൈഡറിനെ പറ്റി മനസ്സിലാക്കി, അതുപോലെ തന്നെ ജേണൽ എൻട്രീസിനെ പറ്റി മനസ്സിലാക്കി, ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. താങ്ക് യു.